കാര്യങ്ങൾ കുറച്ചുകൂടെ എളുപ്പമാവും. ഇതൊരു ഗ്രേറ്റ് ഐഡിയ ആണ് മാഡം. ഇക്കാര്യത്തിൽ ഇനി ഈ സംശയിക്കൊന്നും വേണ്ടെന്നേ. ആരതി വർമ്മയുടെ ബുദ്ധി നമ്മൾ പല ഘട്ടത്തിലും കണ്ടതല്ലേ. മാഡം മാഡം ധൈര്യമായിട്ടിരിക്കുക. രാധിക മാഡത്തിനെ തേടി വന്നിരിക്കും. അയ്യോ, രാധിക വരുന്നു. അതെ, എന്നെ ഇപ്പൊ രാധി കണ്ട പ്രശ്നം നമ്മളെല്ലാരും ചേർന്നുള്ള ഒരു പ്രാണിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ചിലപ്പോൾ പൊട്ടിത്തെറിക്കും. നമ്മൾ കരുതുന്ന ഒരു ലൈനിലേക്ക് അയാൾ ചിലപ്പോൾ എത്തില്ല. അത് ശരിയാ. വരുൺ കിച്ചണിലേക്ക് നിന്നു. ആ, എന്താ പോളെ? എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് ഫിദ മാഡത്തിനോട്. ശ്യാമ മാഡത്തിന്റെ ജീവിതകഥ മാഡത്തിനറിയോ? അറിയാമെങ്കിൽ എനിക്കും അതറിയാൻ താല്പര്യമുണ്ട്. ഇതായിരുന്നു കാര്യം. അത് ശ്യാമ തന്നെ പറഞ്ഞു കേട്ടാ മതിയോ മോക്ക്? ശ്യാമ മാഡം പറയൂ. അതെ, ശ്യാമ മേഡത്തിന്റെ കഥ എന്താണെന്ന് ശ്യാമ മേഡം തന്നെ പറയും. ഇന്ന് രാത്രി C5-ല് ശ്യാമ മേഡത്തിന്റെ ഇന്റർവ്യൂ ലൈവ് ടെലികാസ്റ്റ് ഉണ്ട്. കുറച്ചു മുമ്പ് ശ്യാമ മേഡം ഫിദയെ വിളിച്ച് പറഞ്ഞതാ. അപ്പൊ മോൾക്കും കേൾക്കാലോ. കേൾക്കണം. ഞാൻ തേടുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരുപക്ഷെ അതിൽ ഉത്തരം ഉണ്ടാവും. അല്ലേ മാഡം? ഉണ്ടാവും. ഇനിയൊന്നും മറച്ചു വെക്കാനില്ല. എന്നാ ശ്യാമ പറഞ്ഞു. ഇല്ലല്ലോ മോളെ. പിന്നെ വണ്ടി പുറത്തെടുക്കുന്ന എങ്ങനെയാ? ഫോണിന്റെ റിംഗ് അല്ല കേട്ടത്. പറയും മാഡം, വരണം എനിക്ക് സർപ്രൈസ് തരാൻ വേണ്ടി എവിടെയെങ്കിലും മറന്നിരിക്കുകയാണോ? എന്താ കേട്ടൂന്ന്? ഒരു റിംഗ് കേട്ടാ പോലും എനിക്ക് മനസ്സിലാവും. എന്റെ മോളെ, അത് പുറകിലെ പറമ്പിൽ ഒരുപാട് പണിക്കാര് ജോലിക്ക് നിൽക്കുന്നുണ്ട്. അവരുടെ ഫോൺ റിംഗ് ചെയ്യുന്ന ശബ്ദം വല്ലതും കേട്ടതായിരിക്കും. നേരത്തെ ബെല്ലടിച്ചതാ, ഇപ്പൊ സ്വിച്ച് ഓഫ് ആയി. എന്നാലും ഞാനൊന്ന് നോക്കട്ടെ. ചിലപ്പോ ഇങ്ങനെയൊക്കെ കാണിച്ചുകൊണ്ട് നമ്മൾ എല്ലാരും ഞെട്ടിച്ചു കളയും. വരേണ്ട കാര്യമായതുകൊണ്ട് നമുക്ക് പറയാനും പറ്റില്ലേ. നോണ പറയല്ലേ? വരുൺ ഫിദ മാഡത്തിന്റെ വീട്ടിനകത്തുണ്ടായിരുന്നില്ലേ? വരുണ് ഞാൻ വിളിച്ചപ്പോ ഫോൺ റിംഗ് ചെയ്തല്ലോ. അതെന്തിനാടോ ഞാൻ ഫിദ മാഡത്തിന്റെ വീട്ടിൽ ഓടിച്ചിരിക്കുന്നത്? ഞാൻ എപ്പോഴും പോകാറുള്ളതല്ലേ അവിടെ. എങ്കിൽ പറ, വരുൺ എന്തിനാ വന്നേ? അത് മുത്തശ്ശി എന്നോട് പറഞ്ഞു താൻ ഫിദ മാഡത്തിന്റെ വീട്ടിലേക്ക് പോന്നിട്ടുണ്ടെന്ന്. നമുക്ക് ഒരുപാട് ഭീഷണിയൊക്കെ ഉള്ളതല്ലേ, അതിനൊരു സെക്യൂരിറ്റിക്ക് വേണ്ടേ, അതിന് വന്നതാ അടിയൻ. ഓ ഓക്കെ. പിന്നെ വരും, ഇന്ന് ടിവിയില് ശ്യാമ മാഡത്തിന്റെ അഭിമുഖമുണ്ട്, ലൈവാ. ഓ
അതിനെന്താ, ഈ സെലിബ്രിറ്റീസിന്റെ ഇന്റർവ്യൂ ഒക്കെ സാധാരണ വരാറുള്ളതല്ലേ. അങ്ങനല്ല, ശ്യാമ മേഡം ആദ്യമായിട്ടാ ഒരു ഇന്റർവ്യൂവിന് പങ്കെടുക്കുന്നത്. ആ അത് പ്രധാനപ്പെട്ട ഒരു കാര്യല്ലേ? ആ, അത് അവർക്ക് പ്രധാനപ്പെട്ട കാര്യമായിരിക്കാം. നമുക്കിപ്പോ എന്താ? വരണേ, വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ. ശ്യാമ മേഡം അങ്ങനെ ഒരാളാണോ നമുക്ക്? വരുൺ കാണുന്നില്ലെങ്കിൽ കാണണ്ട, എനിക്ക് കാണണം. ഞാൻ അന്വേഷിക്കുന്ന കുറെ ചോദ്യങ്ങൾക്ക് എനിക്ക് ഉത്തരം കിട്ടാനുണ്ട്. അവൻ വലിയ വർത്തമാനം പറയുന്ന ആളാണല്ലോ മോളെ. എന്നിട്ട് അവൻ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ലെന്നല്ലേ പറഞ്ഞേ? മുത്തശ്ശിയെ കൊച്ചാക്കിയവനെ വെറുതെ വിടരുത്. നമ്മള് ഇപ്പൊ നർക്കോട്ടിക്സുകാരെ വിളിച്ച് വിവരം അറിയിച്ചാലേ അവര് വന്ന് അവനെ പൊക്കും. ആ, എന്നാലേ വിളിച്ചു പറയടി മോളെ. നമ്മുടെ ശക്തി എന്താണെന്ന് അവനൊന്ന് അറിയട്ടെ. ആ, അവനോട് മാത്രമല്ലല്ലോ, മുത്തശ്ശിക്ക് വേറൊരാളോടും ദേഷ്യമല്ലേ? ആ, ഷോർട്ട് റെഡി. ദേ, ആ പോണവളോട്. രണ്ടുപേർക്ക് ഒരുമിച്ചൊരു പണി കൊടുത്താലോ? ഹാ, അതിന് അവൾ ഇതൊക്കെ ഉപയോഗിക്കൂ. അവൾ ഉപയോഗിക്കണ്ട. ദാ നോക്ക്, അവൾ അവളുടെ ഫോൺ അവിടെ വെച്ചിട്ടാ പോയിരിക്കുന്നത്. ആ ഫോണിൽ നിന്ന് നമുക്ക് നർക്കോട്ടിക്സ് ടീമിന് ഒരു മെസ്സേജ് അയക്കാം. അവര് പെട്ടെന്ന് എത്തും. ഇനിയിപ്പൊ അവന്റെ കയ്യിൽ മയക്കുമരുന്ന് ഇല്ലെങ്കിലും ആ മെസ്സേജ് അയച്ചത് അവളല്ലേ, അവള് കുടുങ്ങും. നീ കൊള്ളാമല്ലോടി. മുത്തശ്ശിയുടെ കൊച്ചുമോളല്ലേ, മോശാവാൻ പറ്റോ? മുത്തശ്ശി വാ.